കോഴിക്കോട് MM അലി റോഡിലെ 10 വ്യാപാരികൾക്ക് വഖഫ് ബോർഡിന്റെ നോട്ടീസ്. 40-ലധികം വർഷങ്ങളായി വാടക കെട്ടിടത്തിൽ വ്യാപാരം നടത്തുന്നവർക്കാണ് വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. വസ്തു വഖഫ് ചെയ്തതാണെന്നും ഉടൻ ഒഴിയണമെന്നുമാണ് വഖഫ് ബോർഡിന്റെ ആവശ്യം. 40 വർഷമായിട്ട് ഇവിടെ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങളത് മൂസാജി എന്ന് പറഞ്ഞ ആടുന്ന് വാങ്ങിച്ചതാണ് സ്ഥാപനം. പിന്നെ അത് അവരതിൻ്റെ ഇടയിൽ എപ്പോഴോ എത്തിങ്ങാനൊക്കെ മറച്ചു വെക്കുക എന്തോ ചെയ്തിട്ടുണ്ട്. പിന്നെ അവർക്ക് വാടക അടയ്ക്കാൻ വേണ്ടി നമ്മൾ നിർബന്ധിതരാവുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഞങ്ങൾ ഇത്രയും വർഷം ഇവിടെ ഇരുന്നത് ഇനി പുറമെ പോയിട്ട് ഇന്നത്തെ കാലത്ത് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ കുട്ടികളും പ്രാരാബ്ദങ്ങളും കാര്യങ്ങളെല്ലാം ആണ്. അപ്പോൾ ഇനി പോയിട്ട് എന്താ ചെയ്യുക? 40 വർഷത്തോളമായി ഇവിടെ തന്നെ ഇരിക്കുന്ന വ്യക്തികളാണ്. ചേറൂർ എത്തിങ്ങാന വാടകയ്ക്ക് വരികയും അവർക്ക് വാടക കൊടുക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകുകയും ചെയ്ത്. അന്നേരം ഞങ്ങൾ അറിയുന്നില്ല ഇത് ആരുതാണ് ബിൽഡിങ് എന്താണ് ഇതെന്നൊന്നും അറിയുന്നില്ല. അതിനുശേഷം തുടർച്ചയായി വാടക കൊടുത്ത് 2023 ആകുമ്പോഴത്തേക്ക് എത്തിങ്ങാൻ്റെ ആൾക്കാർ വന്ന് പറഞ്ഞ് ഞങ്ങളോട് റൂം ഒഴിഞ്ഞു കൊടുക്കണം, അവർക്ക് പുതിയ ബിൽഡിങ് എടുക്കണം, ബിൽഡിങ് എടുത്തു കഴിഞ്ഞിട്ട് റൂം തരുമെന്നാണ് പറഞ്ഞ്. ഞങ്ങൾ പറഞ്ഞ അഗ്രിമെൻ്റ് പ്രകാരം ഞങ്ങളോട് പറയുകയാണെങ്കിൽ ഞങ്ങൾ റൂം ഒഴിഞ്ഞു തരാം, നിങ്ങൾ ബിൽഡിങ് ഉണ്ടായിക്കോളൂ, എന്നിട്ട് ഞങ്ങൾക്ക് റൂം തന്നാൽ മതി. അതിനവർ സമ്മതിക്കുന്നില്ല. പിന്നീട് ഞങ്ങൾക്ക് കിട്ടുന്ന വകുപ്പ് നോട്ടീസാണ്. ഇപ്പോൾ ഈ ഇടയ്ക്ക് വന്നിട്ട് പറഞ്ഞ് നിങ്ങൾ പീഡിയ ഞങ്ങൾ പൊളിച്ച് വേറൊരു ബിൽഡിംഗ് കെട്ടാനുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഒരു പണി ചെയ്യാം, നമുക്ക് ഞങ്ങളവിടെ നിർത്തിക്കൊണ്ട് ഒരു ഇതിലേക്ക് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ സമ്മതിച്ചായിരുന്നു. പിന്നെ ഒരു സുഭാവത്തിൽ വന്ന് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ഒഴിയണം എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് അയക്കുകയുണ്ടായി. 40 വർഷമായി ഞങ്ങൾ ഫാദർ തുടങ്ങിയ ഷോപ്പാണ്. പിന്നെ ഇപ്പോൾ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ തന്നെ നടത്തുന്നത്. ഇപ്പോൾ 40 വർഷത്തിന് മേലെ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവരെ എല്ലാ പോലെ തന്നെ നമ്മൾ ഒഴിയാൻ വേണ്ടി പറഞ്ഞിരിക്കുക, നോട്ടീസ് വന്നിരിക്കുകയാണ്, അതിന് കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അനഘ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും. അനഘ, അറുതിയില്ലാത്ത വഖഫ് അധിനിവേശം തന്നെയാണ് കോഴിക്കോട് MM അലി റോഡിലെ 10 വ്യാപാരികളുടെ അവസ്ഥ അതിദയനീയം തന്നെയാണ്. കഴിഞ്ഞ 40 വർഷമായിട്ടാണ് അവർ അവിടെ വ്യാപാരം നടത്തുന്നതും, അതും വാടക കെട്ടിടത്തിൽ. അതിനെയാണ് വഖഫ് ബോർഡിൻ്റേതെന്ന് പറയുന്നത്. തീർച്ചയായും കഴിഞ്ഞ 1-2-3 30-40 വർഷമായി ആ വാടക കെട്ടിടത്തിൽ വാടക കൃത്യമായി കൊടുത്തുകൊണ്ട് വ്യാപാരം നടത്തുന്ന 10 വ്യാപാരികൾക്കാണ് ഇപ്പോൾ വഖഫ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. കൃത്യമായി വാടക നൽകി പോരുന്നത് കൊണ്ട് തന്നെ ഒരു സുപ്രഭാതത്തിലാണ് ഇവർക്ക് ഈ വഖഫിന്റെ നോട്ടീസ് ലഭിക്കുന്നത്. ഉടൻ ഒഴിഞ്ഞു പോകണം, ഇവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് മാറണം എന്നാണ് ആ വഖഫ് നോട്ടീസിൽ പറയുന്നത്. 10 കടകളാണ് ആ ബിൽഡിങ്ങിലുള്ളത്. ആ 10 കടകളിലേക്കും ഈ നോട്ടീസ് എത്തിയിട്ടുണ്ട്. അവർ അക്ഷരാർത്ഥത്തിൽ കച്ചവടക്കാരെ സംബന്ധിച്ച് വലിയൊരു പേടിയോടെയാണ് അവർ ഈ നോട്ടീസിനെ നോക്കിക്കണ്ടത്. കാരണം എല്ലാവരും സാധാരണക്കാരാണ്, അവരുടെ ഏക ജീവിത മാർഗം ഈ കട നടത്തി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ്. എന്നാൽ അതാണ് ഒരു സുപ്രഭാതത്തിൽ ഇനി ഇല്ലാതാകാൻ പോകുന്നത്. കാരണം ആ കടയിൽ നിന്ന് ഒഴിഞ്ഞു പോകാനാണ് വഖഫ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ നോട്ടീസ് പ്രകാരമാണെങ്കിൽ ഉടൻ തന്നെ അവിടെ നിന്ന് ഒഴിയണം എന്നാണ് പറയുന്നത്. തങ്ങൾ എവിടെ പോകും, ഈ കടയിൽ നിന്ന് ഒഴിഞ്ഞ് തങ്ങൾ എവിടെ പോകുമെന്നൊരു ചോദ്യമാണ് ആ വ്യാപാരികൾ ചോദിക്കുന്നത്. കാരണം 1-2-3 30-40 വർഷമായി അവിടെ കട നടത്തി ഉപജീവന മാർഗം നയിക്കുന്നവരാണ് ആ കടകൾ. നമ്മളിപ്പോൾ കേട്ട ആ വ്യാപാരികളിൽ ഒട്ടുമിക്കവരും അവരോടാണ് ഇപ്പോൾ ആ കടകളിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവർ കട വാടകയ്ക്കെടുക്കുന്ന സമയത്ത് ഉടമ്പടി തയ്യാറാക്കിയത് മൂസ സേട്ട് എന്ന് പറയുന്ന ഒരാളുമായിട്ടാണ്. അയാളുമായി കൃത്യമായൊരു കട നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വാടക കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കരാറിൽ പറയുന്ന രീതിയിൽ തന്നെ കൃത്യമായി വാടക നൽകി പോരുന്നവരാണ് ആ 10 കടക്കാരും. അവരോടാണ് ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇവിടെ നിന്ന് ഒഴിയണമെന്ന് വഖഫ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ മൂസ ഹാജി മറ്റൊരു ആൾക്ക് ഈ കട വിറ്റു, അല്ലെങ്കിൽ വഖഫിന് കട നൽകി ാണ് ഇവർ പറയുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾ വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധത്തിലേക്കാണ് കടക്കുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും 40-ലധികം വർഷത്തിലോളം അവർ പൈസ കൊടുത്ത് വാടക കൊടുത്താണ് അവിടെ കച്ചവടം നടത്തുന്നത്. അത് മാത്രമല്ല രജനി, ഈ വഖഫ് അധിനിവേശം എന്ന് പറയുന്നത് കിടപ്പാടവും ഉപജീവന മാർഗവും എല്ലാം ഇങ്ങനെ തകിടം മറിക്കുകയാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു നോട്ടീസ് അയക്കുന്നതോടുകൂടി പലരുടെയും ജീവിത സാഹചര്യം തന്നെ മാറുന്നു. അനഘ, എന്തായാലും ഇതിനെതിരെ ഏതു രീതിയിലുള്ള നടപടികളിലേക്കാണ് ഇവർ കടക്കുന്നത്? വഖഫ് ബോർഡ് നോട്ടീസ് ലഭിച്ചു കഴിഞ്ഞു, പക്ഷേ ഇവർ ഇത് വഖഫ് ബോർഡിനെ സമീപിക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളിലേക്ക് കടക്കുന്നതിനോ തയ്യാറുണ്ടോ? അതോ ഇതിനെ അവഗണിച്ചുകൊണ്ട് ഇതേ സ്ഥലത്ത് തന്നെ അവർ കടയുമായി അല്ലെങ്കിൽ അവരുടെ ഉപജീവനവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണോ ഈ വ്യാപാരികളൊക്കെ പറയുന്നത്?
വ്യാപാരികളുടെ ഇടയിൽ നിന്ന് വലിയ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ അടക്കം വലിയ പ്രതിഷേധ പരിപാടികളൊക്കെ അവർ സംഘടിപ്പിച്ചിരുന്നു. എന്തായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് വ്യാപാരികളുടെ നീക്കം. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട വഖഫ് ട്രൈബ്യൂണലിനെയാണ് സമീപിക്കേണ്ടത്. ട്രൈബ്യൂണലുമായി സമീപിക്കാനുള്ള ഒരു നീക്കമാണ് ഈ വ്യാപാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തങ്ങൾ ഇവിടെ വർഷങ്ങളായി 40-30 വർഷമായി കട നടത്തുന്നവരാണ്. ആ തങ്ങളോട് ഒരു സുപ്രഭാതത്തിൽ വന്ന് ഈ കട ഒഴിഞ്ഞു പോകണമെന്ന് വഖഫ് പറഞ്ഞാൽ തങ്ങൾ ഇങ്ങോട്ട് പോകും, തങ്ങൾക്ക് ജീവിക്കണം, തങ്ങളുടെ എന്ത് ഉപജീവന മാർഗം കണ്ടെത്തും? ഇങ്ങനെ ഉയരുന്ന കുറേ അധികം ചോദ്യങ്ങളാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കുടിയിറക്ക് ഭീഷണി നേരിടുകയാണ് ആ വ്യാപാരികൾ. ഒരു സുപ്രഭാതത്തിൽ ഒരു വഖഫ് നോട്ടീസിന്റെ പേരിൽ അവിടെ നിന്ന് കുടിയിറങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ അതൊരിക്കലും ഒരു നീതിയല്ല. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് എല്ലാ രീതിയിലുമുള്ള നീതി ലഭിക്കണം എന്ന് തന്നെയാണ് കട ഉടമകൾ അല്ലെങ്കിൽ കട നടത്തുന്നവർ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്കും മറ്റുമൊക്കെ കടക്കാൻ തന്നെയാണ് വ്യാപാരികളുടെ തീരുമാനം. ശരി അനഘ.